My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഓൾമോസ്റ്റ് ഒരു ആഴ്ചയിൽ കൂടുതലായി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് റൈറ്റ്. സോ ഞാൻ പോസ്റ്റ് ചെയ്തതുപോലെ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ ആയിരുന്നു. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഓണം വളരെ സന്തോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ പോകുന്ന ചില മാറ്റങ്ങൾ, that you guys are incredibly changing in your life. നിങ്ങളുടെ ലൈഫിന്റെ പല പല ഏരിയാസിലായിട്ട് ചില മാറ്റങ്ങൾ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ. സോ സ്റ്റിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളത്, എന്തൊക്കെ മെസ്സേജ് ആണ് ഈ ഒരു സമയത്ത്, എസ്പെഷ്യലി നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അട്രാക്ട് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ലെറ്റ്സ് സീ വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ. സോ നോക്കാം എവിടെയാണ് നിങ്ങൾ. ഓക്കെ, സോ നമ്മൾ ഒരു ആഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. റൈറ്റ്, സോ ഇറ്റ്സ് ഹിഡൻ. ഓക്കെ, സോ ഓക്കെ, ഇത് ഞാൻ ലാസ്റ്റ് നോക്കാം. ഓക്കെ, സോ പ്രോബബ്ലി this is not the right time ഈ ഒരു മെസ്സേജ്. ഓക്കെ, ബിക്കോസ് ഈ മെസ്സേജ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് കാണാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഒരു മെസ്സേജ് ആണ്, നമുക്ക് നോക്കാം. സോ എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. സോ നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങൾ പോകുന്ന അവസ്ഥ ബാലൻസ് ചെയ്യാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. റൈറ്റ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ജോബ്, ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. പല പല സിറ്റുവേഷൻസും ലൈഫിൽ പല ഇവന്റ്സിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. പല കാര്യത്തിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ലൈഫിൽ ചില മാറ്റങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ബാലൻസ് ചെയ്ത് പോവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് ലൈഫിലുണ്ടെങ്കിലും, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും, എസ്പെഷ്യലി നിങ്ങൾക്ക് ഏത് വഴിയിലേക്ക് പോകണം എന്നറിയാത്ത ചില ആളുകൾ ഉണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാർട്സിലായിരിക്കും ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. ഈ വഴി ചൂസ് ചെയ്യണോ, ഈ ഒരു വഴി ചൂസ് ചെയ്യണോ, ഇത് ചൂസ് ചെയ്യണോ, അത് ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം. ഈവൻ അത് നിങ്ങളുടെ വർക്ക് സിറ്റുവേഷനിൽ വരുന്ന സമയത്തും. റൈറ്റ്, സോ ജോബിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ബുദ്ധിമുട്ടിക്കുന്ന സിറ്റുവേഷൻ വർക്ക് പ്ലേസിലോ ഓഫീസ് സിറ്റുവേഷനിലോ ഉണ്ടെങ്കിൽ സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാതിരിക്കുക. അതായത് എന്തെങ്കിലും നിങ്ങൾ ട്രിഗർ ചെയ്യുന്നതോ പേടിപ്പിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വർക്ക് പ്ലേസിൽ ഉണ്ടെങ്കിൽ, ലൈക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കരുത്. ജസ്റ്റ് റിലാക്സ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് ഡിഫറെന്റ് ആയിട്ട് കാണാൻ തുടങ്ങാം. സമാധാനമായിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ എക്സ്റ്റേണലി മറ്റുള്ള ആളുകളിൽ സിറ്റുവേഷനിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു മാറ്റങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാണ് ചില കാര്യങ്ങൾ, ഇന്റൻഷനലി തന്നെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു കൺഫർമേഷനാണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റങ്ങൾ. അത് ആളുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളായിരിക്കാം, സിറ്റുവേഷനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, സോ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ബെറ്റർ ആയിട്ടുള്ള ജോബ് ആയിരിക്കാം, ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലായിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഒക്കെ കൊടുക്കുന്ന, ആക്ഷനൊക്കെ കൊണ്ടുവരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജോബ് നല്ല രീതിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതേസമയം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ ജോബിൽ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനത്തെ ഒരു ചലഞ്ചിലേക്ക് വന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാത്ത് ആയിക്കൊള്ളണമെന്നില്ല അതിലേക്ക് വരാൻ. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഡിഫിക്കൽട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്കൊരു മെയിൻ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലും മാത്രം ഫോക്കസ് ചെയ്ത് അതിന്റെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി കഴിയുന്നതും പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ബിക്കോസ് ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെങ്ത്തും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ട്രെങ്ത്തും അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവറുമാണ്. സോ ഹൗ പവർഫുൾ ഇറ്റ് ഈസ് അല്ലെ. സോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫിസിക്കലി മെന്റലി ഇമോഷണലി നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട്, കൂടുതൽ നിങ്ങളുടെ ഒരു
ഇന്ന പവർ നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ആക്ഷനിൽ വരുന്ന സമയത്തും ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ചില കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്തും ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു ഡിറ്റർമിനേഷനും നിങ്ങളുടെ ഒരു മെന്റൽ പവറും, അതായത് മനസ്സിനെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ചില ഡിസയർസ്, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ, അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അവിടെ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷൻ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കാം, അത് പോളിഷ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? സോ നമുക്കറിയാം, ലൈക്ക് ചില പ്ലേസിൽ നമ്മൾ ഇൻസെക്യൂർ ആക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങളുടെ മേലെ നിങ്ങൾ കാണുന്ന കുറവുകളായിരിക്കാം. ഓക്കെ, സോ അത് മറച്ചു വെക്കാൻ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. റൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു ഒത്തന്റിക് പവറിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ എന്തെങ്കിലും കാണുന്ന ഒരു കുറവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി എന്താണോ നിങ്ങൾക്കൊരു കുറവായിട്ട് കാണുന്നത്, അത് ഈവൻ നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, ചില ആളുകളുടെ ഒരു ഗ്രേറ്റ് അവേക്കനിങ് അല്ലെങ്കിൽ ഗ്രേറ്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ഇത്ര കാലമായിട്ട് നിങ്ങളൊരു പ്രോബ്ലം ആയിട്ട് കണ്ടിട്ടുള്ളത്, ഒരു ചലഞ്ച് ആയിട്ട് കണ്ടിട്ടുള്ളത്, ഇൻസെക്യൂർ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്, അതാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു സ്ട്രോങ് പില്ലർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കുറവിൽ നിന്നായിരിക്കാം അവർ ഒരുപാട് മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ നിങ്ങൾക്ക് എന്താണോ, അത് ഈവൻ നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ ഹെൽത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കാം, ഫിസിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, ജന്മന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റി ഉള്ള ആളുകളോ, ഓർ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എന്തെങ്കിലും കുറവായിട്ട് കാണുന്ന ആളുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു സ്ട്രോങ് പവർഫുൾ വേർഷൻ നിങ്ങൾ കാണിക്കുന്നത്. ആൻഡ് അത് നിങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നിങ്ങളുടെ ഇതുപോലുള്ള ചിന്താഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പവർ, നമ്മൾ പറയല്ലോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയാണ്, ഡിവൈൻ നിങ്ങളുടെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു സ്ട്രെങ്ത് ആണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ഒരു ധൈര്യം തരുന്നത്, ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്താണോ, എന്ത് സിറ്റുവേഷൻ ആണോ, എന്താണോ നിങ്ങൾക്ക് ആ ഒരു ഫയർ തരുന്നത്, ലൈഫിൽ മുന്നോട്ട് വരാൻ, ലീഡ് ചെയ്യാൻ, പുറത്തേക്ക് വരാൻ എന്തൊരു ശക്തിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് യുവർ ഇൻവിസിബിൾ ഫ്രണ്ട്. ഓക്കെ, കമ്പാനിയൻ, നിങ്ങളുടെ കൂടെ നടക്കുന്ന. ഓക്കെ, സോ അത് നിങ്ങൾ അനുഭവിക്കുന്ന ചില സിറ്റുവേഷൻ ആയിരിക്കാം ചില ആളുകൾക്ക്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പ്രശ്നത്തിൽ വലിയ സ്ട്രഗിൾ ആയിട്ടോ പോകുന്ന ആളുകളല്ല, നിങ്ങളത് വളരെ ഡിഫറെന്റ് ആയിട്ട് ഡീൽ ചെയ്യാണ് ഈ ഒരു ടൈമിൽ. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രോബ്ലംസ് മാത്രം എന്നുള്ളതല്ല. ചില ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഇത്ര ഒരു ഫയർ തരുന്നത്. അതാണ് നിങ്ങളുടെ ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു യൂണിവേഴ്സൽ പവറാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റൈറ്റ്, നമുക്കറിയാം ഒരു യൂണിവേഴ്സൽ ലോ എന്താന്നുള്ളത്. റൈറ്റ്, ലൈക്സ് അട്രാക്ട് ലൈക്സ്. എന്തോ ഒരു കാര്യം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് റിട്ടേൺ തരുന്നുണ്ട്. എനർജറ്റിക്കൽ ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കാം, ഓർ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നത് പോലെ, അതാണ് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് തരുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു സ്ട്രെങ്ത് തരുന്നത്. നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് ഓവർകം ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, സോ നിങ്ങൾക്ക് എന്താണോ, ചില ആളുകൾക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ പോകുന്നത്,
മറ്റുള്ള ആളുകളിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്കത് വേണമെന്ന് തോന്നുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ചില ജലസ് ഇറ്റ്സ് വെരി ഗുഡ്, റൈറ്റ്? സോ നമുക്ക് ചില ആളുകളിൽ കാണുന്ന കാര്യങ്ങൾ നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. എനിക്കും അങ്ങനെ വേണം, എനിക്ക് അതുപോലെ ആവണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരിക്കണം, തിരിച്ചറിവ് ഉണ്ടായിരിക്കണം, റൈറ്റ്? സോ നിങ്ങളെ ഇതുപോലെ ഇൻസ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു അതുവരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വേർഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെൽഫ് പുറത്തേക്ക് കൊണ്ടുവരാൻ തോന്നിപ്പിക്കുന്ന ചില ഫീലിങ്സ് ഉണ്ട്. ഇതുപോലത്തെ ചില ഇമോഷൻസിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഒരു കമ്പാരിസൺ അവിടെ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? സോ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ ആയിട്ടോ ചില ആളുകളായിട്ടോ, ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങളൊരു പുതിയ പ്ലേസിൽ പോകുന്ന സമയത്ത് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ കാണുകയാണ്. നിങ്ങൾക്കത് വേണമെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം വേണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ചേഞ്ച് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ഗ്രേറ്റ് അവേക്കനിങ് ആണ്. നിങ്ങൾ ഉണർത്തുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് തോന്നുന്ന അസൂയ ആയിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നുന്ന ഇൻസെക്യൂരിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു പ്രോബ്ലം, നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ചലഞ്ച് എന്തോ ആയിക്കോട്ടെ, എവിടുന്നാണ് നിങ്ങൾക്ക് ഓടിപ്പോവാനും തോന്നുന്നത്, അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഗ്രേറ്റ് അവേക്കനിങ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒരു നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. കാരണം ചില കാര്യങ്ങൾ കാണുന്നതോ ചില കാര്യത്തിനോട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫീലിങ്സോ നിങ്ങളൊരു ബെറ്റർ സ്റ്റാൻഡേർഡിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കും ചില മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് വേണം, നിങ്ങൾക്കും ചില സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് വേണം. മെറ്റീരിയൽ ആയിട്ടുള്ള എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇതുപോലത്തെ മാറ്റങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഹയർ എക്സ്പെക്ടേഷനിലേക്ക്, ഒരു ഹൈ എക്സ്പെക്ടേഷനിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരുന്ന ചില മാറ്റങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു കാഴ്ചപ്പാട് മാറുന്നത് ഇത്ര കാലമായിട്ട് നിങ്ങൾ പല ഇമോഷണൽ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. ബട്ട് ഓൾ ഓഫ് സഡൻ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നുണ്ട് ചില ആളുകളുടെ ലൈഫിൽ. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഓക്കെ, സോ ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കുറച്ചൊരു സെന്റിമെന്റൽ ആയിട്ട് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലിമിറ്റിംഗ് ബിലീഫില്, ലിമിറ്റിംഗ് ചിന്താഗതിയിലൊക്കെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതി, അല്ലെങ്കിൽ ഇത്ര കാലം എന്റെ ലൈഫ് ഇതാണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്റെ ലൈഫിൽ ഇതാണ് വേണ്ടത്, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് വേറൊന്നും വേണ്ട, ഇതാണ് എന്റെ ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്പാർക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രെമൻഡസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അവിടുന്നാണ് നിങ്ങളുടെ ഒരു ഹൈ ലെവലിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡിൽ. സോ ഐ എം ഷുവർ ദാറ്റ് ഈ വീഡിയോ കാണുന്ന ചില ആളുകളുടെ ലൈഫിലെങ്കിലും നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ലൈഫിൽ ഇതുപോലത്തെ മാറ്റങ്ങൾ വേണം, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അത് ഇൻസ്പയർഡ് ആവണം എന്നുള്ളതല്ല, പക്ഷെ എന്തോ ഒരു കാര്യം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗ്രേറ്റ് അവേക്കനിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങളെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില സൗഹൃദങ്ങളോ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ, എസ്പെഷ്യലി ആളുകളുടെ ഒരു പ്രസൻസിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിസ്കണക്ട് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആളുകളോടുള്ള ഒരു ഫീലിങ്സിന്ന് ഡിസ്കണക്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുക? മെയിൻ ആയിട്ട് നിങ്ങളുടെ ഇതുപോലത്തെ ഒരു കാഴ്ചപ്പാട് മാറുന്ന സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളും, അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളിലേക്കായിരിക്കണം നിങ്ങൾ എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ചില പ്ലേസിൽ ചില ആളുകളോട് ഒരു ഡിറ്റാച്ച്മെന്റ് തോന്നും. അത്ര കാലം നിങ്ങൾക്ക് അതാണ് ലോകം എന്ന് വിചാരിച്ചിട്ടുള്ള പല ആളുകൾക്കും ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചില ബന്ധങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്കത് എടുക്കാനും സാധിക്കുന്നുണ്ട്, കാണാനും സാധിക്കുന്നുണ്ട്. സോ ചില ആളുകളുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു
ഗുഡ് ബൈ നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഗുഡ് ബൈ പറയാ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ സെന്റിമെന്റൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നില്ല, ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്നില്ല, അവിടെ നിങ്ങൾക്ക് വഴക്കുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാക്കുന്നില്ല. സോ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത് അവർക്കും അത് ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചില സിറ്റുവേഷൻ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓൾറൈറ്റ്, സോളിറ്റ്യൂഡ്, എക്സാക്ട്ലി. ഓക്കെ, ബിക്കോസ് കുറച്ചു കാലമായിട്ട് നിങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ പെട്ട ഒരു പുലിക്കുട്ടി പോലെയായിരുന്നു, അല്ലെങ്കിൽ സിംഹക്കുട്ടി പോലെയായിരുന്നു. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾ അതിന് ഐസൊലേറ്റ് ആവാണ്. ഓക്കെ, സോ അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആളുകളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നത്. നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു മാനസിക പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സറൗണ്ടിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആളുകളുമായിട്ട്. ഓക്കെ, സോ ചില ആളുകളുടെ സംസാരമോ ചില ആളുകളുടെ പെരുമാറ്റമോ, അത് ഈവൻ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കാം, ഓർ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്നായിരിക്കാം, വർക്ക് പ്ലേസിലായിരിക്കാം, നിങ്ങളുടെ സീനിയേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കാം. ഓക്കെ, നിങ്ങളെ കുറച്ച് താഴ്ത്തി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില പ്ലേസസ് ഉണ്ടായിരിക്കണം അല്ലെ. അത് സീനിയോറിറ്റി കൊണ്ടായിരിക്കാം, കഴിവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ ഒരു കമ്പാരിസൺ കൊണ്ടായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ചില ഇമോഷൻസ് നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് സംഭവിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് സഡൻ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു അവേക്കൻ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത് ചില ആളുകള് ചില സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതോ നിങ്ങൾ ഒരുപാട് ജലസ് ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ അത് നിങ്ങളൊരു വർക്ക് പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോടാണോ ജലസ് തോന്നുന്നത്, അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, പ്രോബബ്ലി അവരിൽ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ പോലും അറിയാതെ. സോ നിങ്ങൾ ചില കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ചില നല്ല ക്വാളിറ്റീസ്, നല്ല സ്വഭാവങ്ങൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല ശീലങ്ങൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്താന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓത്തന്റിക് സെൽഫ് കണക്ട് ചെയ്യാൻ കൂടെ ആ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു വാതിൽ തുറന്നു തരുന്നത് പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നത്, ആരുടെ ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നത്, ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് അത് നിങ്ങൾ അറിയാണ്ടോ ഇന്റൻഷനലി ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്പാർക്ക് കിട്ടുകയാണ്, അങ്ങനത്തെ ഒരു ഫയർ കിട്ടുകയാണ്, നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെൽഫിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ട്രൂത്ത്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എന്തൊക്കെയാണ് റീകണക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്ങിലേക്ക് വരാനും, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെൽഫായിട്ട് കണക്ട് ചെയ്യാനും അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് സി എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഹിഡൻ മെസ്സേജ്, എന്തൊക്കെ ഒരു പ്രോഗ്രസ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദ വെയിറ്റിംഗ് ഗെയിം. ഓൾറൈറ്റ്, നിങ്ങൾ ഓൾറെഡി ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. അവിടെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ചില ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗുണം എനിക്ക് ഉണ്ടാവോ. ട്രസ്റ്റ് മീ ഗൈസ്, ലൈക്ക് നിങ്ങൾ അത് ഗ്രോ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രോഗ്രസ് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അങ്ങനത്തെ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത് പോലെയാണ്, അല്ലെങ്കിൽ എന്തൊരു കാര്യം വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ജോബിലേക്ക് ഫൈനാൻഷ്യലി ഒക്കെ വരുന്ന സമയത്ത് ചില ആളുകൾ വളരെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. ഒക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ചില ആക്ഷനിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കൺസിസ്റ്റന്റ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് അതാണ്, നിങ്ങൾ എന്താണ് ഈ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ബിക്കോസ് സി ലൈക്ക് ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്ത് ആക്ഷനിലാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളത്, സോ അതിന്റെ ഒരു ഗ്രോത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നല്ല രീതിയിൽ അത് റൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇനീഷ്യലി ഒരു ചെടി വളരുന്ന സമയത്ത് അതിന്റെ വേരാണ് ആദ്യം ഗ്രോ ചെയ്യുക അല്ലെ, മണ്ണിലേക്കാണ് അത് പോകുന്നുണ്ടായിരിക്കുക. സോ നമുക്കത് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് അതിനവിടെ വളർച്ചയില്ല എന്നുള്ളതല്ല, റൈറ്റ്? സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് സ്ട്രോങ് ആയിട്ട് റൂട്ട് ചെയ്ത് വരുന്നുണ്ട്.
ഓക്കെ, അവിടെ മെയിൻ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഓക്കെ, സോ ഇത് എത്രമാത്രം ആളുകൾക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.